നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രസകരമായ എന്നാൽ അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ കരിയറും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള വലിയ സർക്കാർ സംവിധാനങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് ലളിതമായി മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു പൗരൻ എന്ന നിലയിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ സിവിൽ ബോധം വർദ്ധിപ്പിക്കാൻ തീർച്ചയായും സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായും നോക്കുന്നത്. 1. രമേശ് ചെന്നിത്തലയുടെ ഉദയം. 2. അദ്ദേഹത്തിന്റെ കേരള രാഷ്ട്രീയത്തിലെ കരിയർ. 3. ആഭ്യന്തര വകുപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ. 4. വിജിലൻസ് വകുപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാം. അവസാനമായി പൗരന്മാരും സമൂഹവും സുരക്ഷയും. അപ്പോ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. രമേശ് ചെന്നിത്തലയുടെ ഉദയം. ഈ വലിയ ഭരണ സംവിധാനങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് അതിന് നേതൃത്വം നൽകുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലേ? 1956 ആലപ്പുഴയിലെ ചെന്നിത്തലയിൽ ജനിച്ച അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിലെത്തിയൊരാളാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വളർച്ച ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നോക്കൂ, 1970 വെറും ഒരു KSU യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങിയ അദ്ദേഹം പടിപടിയായി വളർന്ന് 1982 ഹരിപ്പാട് നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ 1986 ഗ്രാമവികസന മന്ത്രിയായും മാറി. എന്തൊരു വേഗത്തിലുള്ള വളർച്ചയാണല്ലേ! ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്താണെന്നോ? 1986 അദ്ദേഹം ഗ്രാമവികസന മന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും 28 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അതായത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. അദ്ദേഹത്തിന്റെ തീപ്പൊരി പ്രസംഗങ്ങളും പെട്ടെന്നുള്ള ഈ സ്ഥാനക്കയറ്റങ്ങളും അദ്ദേഹത്തിന്റെ കരിയറിന് തുടക്കത്തിൽ തന്നെ വലിയൊരു ഊർജ്ജമാണ് നൽകിയത്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. കേരള രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ കരിയർ. ദശാബ്ദങ്ങൾ നീണ്ട അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അവിടെ വലിയ വിജയങ്ങളും അതുപോലെ ചില പരാജയങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. തീർത്തും നിഷ്പക്ഷമായി നോക്കിയാൽ ഒരു ദീർഘകാല രാഷ്ട്രീയ കരിയർ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. കോട്ടയത്തുനിന്നും മാവേലിക്കരയിൽ നിന്നും അദ്ദേഹം ലോക്സഭയിലേക്ക് ജയിച്ചു കയറി. എന്നാൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. പിന്നെ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെ മടങ്ങിയെത്തി. 2026 ഹരിപ്പാട് നിന്നും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. വലിയ ജയങ്ങളും തോൽവികളും ഗംഭീര തിരിച്ചുവരവുകളുമൊക്കെ അടങ്ങുന്നതാണ് ആ കരിയർ ഗ്രാഫ്. ഭരണത്തിലിരിക്കുമ്പോൾ മാത്രമല്ല, പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും അദ്ദേഹം വളരെ സജീവമായിരുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. 2016 മുതൽ 2021 വരെയുള്ള കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. ആ സമയത്താണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അദ്ദേഹം നിയമപോരാട്ടം നടത്തിയത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് അഴിമതി വിരുദ്ധ കോടതിയെ സമീപിച്ചതും വലിയ വാർത്തയായിരുന്നു. അതായത് ഭരണത്തിലില്ലാത്തപ്പോഴും തന്റെ ഇടപെടലുകൾ കൃത്യമായി നടത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നു വേണം പറയാൻ. 2014 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാരിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന 2 പ്രധാന പദ്ധതികളായിരുന്നു ഓപ്പറേഷൻ കുബേരയും ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസും. അനധികൃത പണമിടപാടുകാരുടെ ചൂഷണം തടയാനും കുട്ടികൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗം ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സുരക്ഷാ പദ്ധതികളായിരുന്നു അവ രണ്ടും. മൂന്നാമത്തെ ഭാഗം ആഭ്യന്തര വകുപ്പിനുള്ളിൽ. അപ്പോ നമ്മൾ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് USS, LSS വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാം. എന്താണ് ഈ ആഭ്യന്തര വകുപ്പ്? വളരെ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ പോലീസിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ വകുപ്പാണ്. നാട്ടിൽ സമാധാനവും ക്രമസമാധാനവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതും നമ്മൾ ഓരോരുത്തർക്കും സുരക്ഷ നൽകുന്നതും ഇവരുടെ ഉത്തരവാദിത്വമാണ്. ഒരു സാധാരണ പൗരനും കുട്ടികൾക്കും മനസ്സിലാക്കാൻ ഇതിലും എളുപ്പമുള്ള മറ്റൊരു നിർവചനമില്ല. ഒരു ആഭ്യന്തരമന്ത്രിയുടെ ഒരു ദിവസത്തെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. പോലീസിന്റെ ഭരണപരമായ കാര്യങ്ങൾ, സംസ്ഥാനത്ത് സമാധാനം നിലനിർത്തൽ, പൊതുജനങ്ങളുടെ സുരക്ഷ, ഇതൊക്കെ അവർ തന്നെ നോക്കണം. പോരാത്തതിന് റോഡിലെ ട്രാഫിക് നിയന്ത്രണം, ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈബർ സുരക്ഷ, പിന്നെ പെട്ടെന്നുണ്ടാകുന്ന പ്രളയമോ അപകടങ്ങളോ പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിലെ രക്ഷാപ്രവർത്തനം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഇത്രയധികം സ്വാധീനിക്കുന്ന മറ്റൊരു വകുപ്പ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി നാലാമത്തെ ഭാഗം വിജിലൻസ് വകുപ്പിനെ മനസ്സിലാക്കാം. ആഭ്യന്തര വകുപ്പിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് വിജിലൻസ് വകുപ്പ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, സിസ്റ്റത്തിലെ അഴിമതി കണ്ടുപിടിക്കാനും അത് തടയാനുമുള്ള വകുപ്പാണിത്. ഉദ്യോഗസ്ഥർക്കിടയിലെ അഴിമതി അന്വേഷിക്കുക, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ പുറത്തുകൊണ്ടുവരിക, അങ്ങനെ സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നിലനിർത്തുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം.
ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ രസകരമാണ്. നോക്കൂ, ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് പുറത്തേക്ക് നോക്കുന്ന ഒന്നാണ്. അതായത് സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നു. എന്നാൽ വിജിലൻസ് വകുപ്പോ അത് ഉള്ളിലേക്ക് നോക്കുന്ന ഒന്നാണ്. അതായത് സർക്കാർ സംവിധാനത്തിനുള്ളിലെ അഴിമതി പോലെയുള്ള ആന്തരിക ഭീഷണികളിൽ നിന്ന് സിസ്റ്റത്തെ തന്നെ സംരക്ഷിക്കുന്നു. ഈ രണ്ട് വകുപ്പുകളും കൃത്യമായി പ്രവർത്തിക്കുമ്പോഴാണ് നല്ലൊരു ഭരണം സാധ്യമാകുന്നത്. അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗം പൗരന്മാർ, സുരക്ഷ, സമൂഹം. ഭരണാധികാരികളെക്കുറിച്ചും വകുപ്പുകളെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി ഇതിൽ നമ്മുടെ റോൾ എന്താണ്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രം പ്രവർത്തിക്കുന്ന തലസ്ഥാനവും അതുപോലെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച പോലീസ് സംവിധാനത്തിന്റെ പ്രധാന ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നതെവിടെയാണ്? അതെ, തിരുവനന്തപുരത്ത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട അടിസ്ഥാന പൊതുവിജ്ഞാനമാണ് കേട്ടോ. അപ്പോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? വിദ്യാർത്ഥികൾക്കായുള്ള പഠനസഹായിൽ നിന്നുള്ളൊരു ചോദ്യമാണിത്. ഏതൊരു അടിയന്തര സാഹചര്യത്തിലും കേരളത്തിൽ പോലീസിനെ വിളിക്കാനുള്ള ആ ഒറ്റ നമ്പർ ഏതാണ്? ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരം വന്നോ? ഉത്തരം 112 ഈ ഒരൊറ്റ നമ്പർ നമുക്കറിയാമെങ്കിൽ നമ്മൾ ഈ വിശകലനത്തിൽ കണ്ട ആ വലിയ ആഭ്യന്തര വകുപ്പിന്റെ സംവിധാനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഏതൊരു സാധാരണക്കാരനും സാധിക്കും. ഓർത്തുവെക്കുക, 112. സർക്കാരിനും പോലീസിനും മാത്രമായിട്ട് ഒരിക്കലും ഇവിടെ ഒരു സുരക്ഷിത സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അതിൽ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ഈ നാടിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം. എവിടെയെങ്കിലും അഴിമതി കണ്ടാൽ അത് ചോദ്യം ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും തയ്യാറാകണം. അതുപോലെ തന്നെ പോലീസിന്റെയും സർക്കാരിന്റെയും സുരക്ഷാ നിർദ്ദേശങ്ങളോട് നമ്മൾ പൂർണ്ണമായി സഹകരിക്കുകയും വേണം. അപ്പോഴല്ലേ അതൊരു നല്ല സമൂഹമായി മാറുകയുള്ളൂ. അപ്പോ നമ്മളൊരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ കരിയറിലൂടെ സഞ്ചരിച്ചു. സുപ്രധാന വകുപ്പുകളെക്കുറിച്ചു പഠിച്ചു. ഈ ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ വിശകലനം അവസാനിപ്പിക്കുകയാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ സുരക്ഷയും തമ്മിലുള്ള ഈ സന്തുലിതാവസ്ഥ എപ്പോഴും നിലനിർത്താൻ നിങ്ങളുടേതായ എന്തു പങ്കാണ് നിങ്ങൾ വഹിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.